മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിഗണോമെട്രിയുടെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചോ? എന്താണ് 1 മൈനസ് കോസ് ടു എക്സ്, 2 സൈൻ സ്ക്വയർ എക്സ്, 1 പ്ലസ് കോസ് ടു എക്സ്, 2 കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈക്വൽ ടു എന്താണ്? 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2. ഓർമ്മയുണ്ടോ? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. എപ്പോഴും ചോദിക്കുന്ന സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1, 1 plus tan square x equal to sec square x, 1 plus cot square x equal to cosec square x. Sin of x plus y equal to sin x cos y plus cos x sin y. Cos of x plus y equal to cos x cos y minus sin x sin y. Sin of x minus y equal to sin x cos y minus cos x sin y. Tan of x plus y equal to tan x plus tan y divided by 1 minus tan x tan y. Okay. ഇതേപോലെ ഒരുപാട് റിസൾട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ട്രിഗണോമെട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ടായ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ആണ് ഞാൻ എടുക്കുന്നത്. എന്താണ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ്? നിങ്ങൾക്ക് സാധാരണ ഒരു ഇക്വേഷൻസ് അറിയാലോ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10, 2x പ്ലസ് 3y ഈക്വൽ ടു 19. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ഈക്വൽ ടു 0. ഓക്കെ, ഇതൊക്കെ ഒരു ഇക്വേഷൻസ് ആണ്. ഇവിടെ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻസ് ഇൻവോൾവിംഗ് 1 or more trigonometric functions of unknown angle is called trigonometric equation. Is called trigonometric equations. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ സൈൻ എക്സ് ഈക്വൽ ടു √3/2. അതൊരു ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ആണ്. ഇനി സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു 1, അതൊരു എന്താണ്? ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ. അവിടെ നമുക്ക് അറിയില്ലാത്ത വാല്യൂ എന്താണ്? എക്സ് ആണ്. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ് എന്താണെന്ന് അറിയില്ല. ആ എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ എക്സ് കണ്ടുപിടിക്കുന്ന അതിന് പറയുന്ന പേരാണ് സൊല്യൂഷൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ദി വാല്യൂ ഓഫ് അൺനോൺ ആംഗിൾ എക്സ് satisfying the given equation is called solution of equation. Okay, clear ആണല്ലോ? solution of equations. ഇനി പറയുന്നത് ഈ സൊല്യൂഷൻ രണ്ട് ടൈപ്പിലായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ടൈപ്പാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഓക്കെ, പ്രിൻസിപ്പൽ സൊല്യൂഷൻ. രണ്ടാമത്തേതാണ് ജനറൽ സൊല്യൂഷൻ. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു തരാം. പ്രിൻസിപ്പൽ സൊല്യൂഷന്റെ ഡെഫിനിഷൻ പറയുന്നത് the value of x for which 0 less than or equal to x less than 2 pi is called principal solution. മനസ്സിലായോ? ഇല്ലല്ലോ, മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞു തരാം. സൈൻ എക്സ് ഈക്വൽ ടു 0 എന്നെടുക്കുന്നത് നിങ്ങൾക്കറിയാം. സൈൻ 0 0 അല്ലേ? സൈൻ പൈ 0 അല്ലേ? സൈൻ 2π 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 0ഉം എക്സ് ഈക്വൽ ടു പൈയുമാണ്. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2π. ഇതിനിടക്കുള്ള വാല്യൂസ്, എക്സിന്റെ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദി എക്സ്പ്രഷൻ വിച്ച് ഗിവ്സ് all the solution of a trigonometric equation involving integer n is called general solution. ജനറൽ സൊല്യൂഷൻ. ഓക്കെ, ഇതേ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. നിങ്ങൾക്കറിയാം സൈൻ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ നിങ്ങൾക്കറിയാം എക്സിന് പകരം സൈൻ 0 0 ആണ്, സൈൻ പൈ 0 ആണ്, സൈൻ 2π 0 ആണ്, സൈൻ 3π 0 ആണ്, സൈൻ 4π 0 ആണ്, സൈൻ മൈനസ് പൈ 0 ആണ്, മൈനസ് 2π 0 ആണ്, മൈനസ് 10π 0 ആണ്, സൈൻ മൈനസ് 10π 0 ആണ്. ഓക്കെ, സൈൻ 100π എന്താണ്? 0 ആണ്. ഓക്കെ, ഇതൊക്കെ ഇപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു 0 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജനറൽ സൊല്യൂഷൻ പറയുമ്പോൾ എക്സ് ഈക്വൽ ടു ആൻസർ 0 ആണോ? സൈൻ 0 0 ആണ്, അത് ശരിയാണ്. സൈൻ പൈ 0 ആണ്, അതായത് പൈ ശരിയാണ്. സൈൻ 3π ശരിയാണ്. സൈൻ മൈനസ് 8π ശരിയാണ്. ഓക്കെ, ഇതൊക്കെ 0 ആണ്. അങ്ങനെയാണ് നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ പറയാൻ പറ്റും? സൈൻ എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് x equal to n pi comma n belongs to z. അതായത് sin x equal to 0 implies x equal to n pi comma n belongs to z. z എന്ന് പറഞ്ഞാൽ ഇൻഡിജർ. ക്ലിയർ ആയല്ലോ?
ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് ഈക്വൽ ടു 0 ഇവിടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്താണ്? സൈൻ 0 ആണ്, സൈൻ പൈയും 0 ആണ്, സൈൻ 2π 0 ആണ്. പക്ഷേ 0 ഇൻക്ലൂഡഡ് ആണ്, ബട്ട് 2π നോട്ട് ഇൻക്ലൂഡഡ്. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2π. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്താണ്? 0ഉം പൈയുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സൈൻ എക്സ് ഈക്വൽ ടു 1/2. നമുക്ക് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സൈൻ എക്സ് ഈക്വൽ ടു 1/2. sin x equal to 1/2. sin x equal to 1/2. നിങ്ങൾക്കറിയാം sin x equal to 1/2 ഇത് പോസിറ്റീവ് ആണ് വരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ sin π/6 1/2 ആണല്ലോ. sin π/6 എന്താണ്? 1/2 ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഒരു സൊല്യൂഷൻ എന്താണ്? പ്രിൻസിപ്പൽ സൊല്യൂഷനിൽ ഒരു സൊല്യൂഷൻ എന്താണ്? π/6 ആണ്. ഇനി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്കറിയുന്ന കാര്യമാണ് ASTC. ഇത് ASTC ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. നിങ്ങൾക്ക് അറിയാം സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്. അതായത് ഒരു വാല്യൂ കൂടി നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് സൈൻ π-π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ പൈ വന്നാൽ സൈൻ π/6 തന്നെയാണ്. ഈക്വൽ ടു എന്താണ്? 1/2 ആണ്. അതായത് സൈൻ π-π/6 എന്താണ്? π-π/6 6π - π 5π/6. ഓക്കെ, ഈക്വൽ ടു 1/2. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടോ? ഇനി ഇവിടെ സൈന് പോസിറ്റീവ് ആണോ? അല്ല. ഇവിടെ സൈന് പോസിറ്റീവ് ആണോ? അല്ല. ഇനി അടുത്തത് ഇവിടെയാണ് എത്തേണ്ടത്. അത് അങ്ങനെയാണ് അത് 2π മുകളിലോട്ട് പോയി നമുക്ക് 2π വരെ ചെക്ക് ചെയ്യണ്ടു. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഓഫ് sin x equal to 1/2 ഈസ് എന്താണ്? π/6 or 5π/6. ക്ലിയർ ആണോ? 5π/6 or 5π/6. ഓക്കെ, നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത് ഇത് വായിക്കുന്നുണ്ട്. രണ്ടാമത്തെ എക്സാമ്പിൾ cos x equal to 1/√2. cos x equal to 1/√2. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം cos x equal to 1/√2 ആണ്. നിങ്ങൾക്കറിയാം cos π/4 ഈക്വൽ ടു എന്താണ്? 1/√2. ഇതെങ്ങനെയാ സാറ് ഇതൊക്കെ ഇത്ര പെട്ടെന്ന് എഴുതുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ഇതിന്റെ ഡയഗ്രം നിങ്ങൾക്ക് വരച്ചു തന്നിട്ടുണ്ട്. cos π/4ന്റെ വാല്യൂ 1/√2 ആണെന്ന് അവിടെ ഒരു ഡയഗ്രത്തിൽ ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഡയഗ്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിയുന്നതാണ്. ഓക്കെ, cos π/4 ഈക്വൽ ടു 1/√2. ഓക്കെ, ഇനി അടുത്ത് ഒരു വാല്യൂ, അതായത് π/4 ഓക്കെ ആണ്. ഇനി ഒരു വാല്യൂ കൂടി എന്തായാലും ഉണ്ടാവും. ആ വാല്യൂ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതേ നേരത്തെ എഴുതിയതുപോലെ ASTC. ഓക്കെ, ASTC ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഇത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെ π മൈനസ് എടുത്താൽ മതി, ഇവിടെയാണെങ്കിൽ π+ എന്ന് എടുത്താൽ മതി, ഇവിടെയാണെങ്കിൽ 2π മൈനസ് എന്ന് എടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ് ഇവിടെ പോസിറ്റീവ് ആണ്. ഇപ്പോൾ cos x equal to 1/√2 ഇവിടെയും ഉണ്ടാവും. ഇവിടെ cos x എന്താണ്? പോസിറ്റീവ് ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇവിടെ ഈ ഫോർത്ത് ക്വാഡ്രന്റിൽ cos x എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, അതുകൊണ്ട് cos 2π മൈനസ് π/4 മൾട്ടിപ്പിൾ ഓഫ് പൈ വന്നിട്ടുണ്ട്. കോസ് തന്നെ, cos π/4 തന്നെ ഈക്വൽ ടു എന്താണ്? cos π/4 തന്നെ. cos π/4 എന്താണ്? 1/√2 ആണ്. cos 2π മൈനസ് π/4 ഈക്വൽ ടു cos
2 into 4 8 8 pi minus pi 8 pi minus pi equal to എന്താണ് 7 pi ആണല്ലോ 7 pi by 4 ഓക്കെ ഒന്നുകൂടി പറഞ്ഞു തരാം 2 pi into 4 2 into 4 8 8 pi minus 1 pi 7 pi divided by 4 ഓക്കെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഓക്കെ cos 7 pi by 4 equal to 1 by root 2 ഇത് 2 pi നേക്കാൾ ചെറുതാണ് നിങ്ങൾക്കറിയാം അതേപോലെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2 pi ആണ് അതുകൊണ്ട് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് cos x ഈക്വൽ ടു 1 by root 2 ഈസ് എന്താണ് x ഈക്വൽ ടു പ്രിൻസിപ്പൽ വാല്യൂ ആണ് x ഈക്വൽ ടു pi by 4 ഓർ 7 pi by 4 7 pi by 4 and 7 pi by 4 ക്ലിയർ ആയല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് tan x equal to root 3 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ tan x equal to root 3 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം tan pi by 3 എന്താണ് root 3 ആണ് tan pi by 3 equal to root 3 ആണ് അതേപോലെ എ എസ് ടി സി ഇവിടെ ടാൻ പോസിറ്റീവ് വരുന്നത് മൂന്നാമത്തെ ക്വാഡ്രന്റിൽ ആണ് ടാൻ പോസിറ്റീവ് വരുന്നത് മൂന്നാമത്തെ ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ടാൻ ഓഫ് പൈ പ്ലസ് പൈ ബൈ 3 പൈ പ്ലസ് പൈ ബൈ 3 ഈക്വൽ ടു എന്ത് തന്നെയാണ് tan pi by 3 തന്നെയാണ് ഓക്കെ tan pi by 3 എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ആണ് പൈ പ്ലസ് പൈ ബൈ 3 എന്താണ് പൈ പ്ലസ് പൈ ബൈ 3 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 3 ഇൻറ്റു പൈ 3 പൈ പ്ലസ് 1 4 പൈ ബൈ 3 ആണ് ഓക്കെ അതായത് tan x ഈക്വൽ ടു റൂട്ട് 3 ആണെങ്കിൽ tan x ഈക്വൽ ടു റൂട്ട് 3 ആണെങ്കിൽ x ഈക്വൽ ടു എന്താണ് എക്സിന് നമുക്ക് കിട്ടിയത് പൈ ബൈ 3 ആൻഡ് 4 പൈ ബൈ 3 ഇത് പ്രിൻസിപ്പിൾ സൊല്യൂഷൻ ആണ് പൈ ബൈ 3 പ്ലസ് 4 പൈ ബൈ 3 ഓക്കെ മൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത്രയും മൂന്ന് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ sin x ഈക്വൽ ടു മൈനസ് റൂട്ട് 3 ബൈ 2 sin x ഈക്വൽ ടു മൈനസ് റൂട്ട് 3 ബൈ 2 ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് sin x ഈക്വൽ ടു ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇത് തന്നെ നിങ്ങൾ വരയ്ക്കുക ഇവിടെ എ എസ് ടി സി ഇവിടെ പോസിറ്റീവ് ആയിരിക്കുമോ സൈന് ഇല്ല ഇവിടെ പോസിറ്റീവ് ആണ് ഓക്കെ സോറി ഇവിടെ നെഗറ്റീവ് ആയിരിക്കുമോ ഇവിടെ നെഗറ്റീവ് അല്ല ഇവിടെയും നെഗറ്റീവ് അല്ല പക്ഷെ ഇവിടെ എന്താണ് നെഗറ്റീവ് ആണ് അതായത് മൂന്നാമത്തെ ക്വാഡ്രന്റിലും നാലാമത്തെ ക്വാഡ്രന്റിലും സൈൻ എന്താണ് നെഗറ്റീവ് ആണ് അതായത് സൈൻ എക്സ് ഈക്വൽ ടു നെഗറ്റീവ് റൂട്ട് 3 ബൈ 2 ആണല്ലോ ഇവിടെ ക്വസ്റ്റ്യൻ ഉള്ളത് അങ്ങനെയാണ് ഇവിടെയാണ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പൈ പ്ലസ് എഴുതിയാൽ മതി അതേപോലെ ഇവിടെ എന്താണ് 2 പൈ മൈനസ് എഴുതിയാൽ മതി ഓക്കെ സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് 3 ബൈ 2 ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും സൈൻ പൈ പ്ലസ് പൈ by 3 equal to pi plus pi by 3 equal to negative sin pi by 3 equal to negative root 3 by 2 okay ഇത് നെഗറ്റീവ് വരുന്നത് എങ്ങനെയാണ് sin pi plus എന്ന് പറഞ്ഞാൽ സൈന് തന്നെ സൈൻ ആയി ഇനി ഇത് ഏത് ക്വാഡ്രന്റിലാണ് തേർഡ് ക്വാഡ്രന്റിൽ സൈന് പോസിറ്റീവ് ആണ് അതുകൊണ്ടാണ് നെഗറ്റീവ് ഇട്ട് അപ്പോൾ നെഗറ്റീവ് റൂട്ട് 3 by 2 okay sin pi plus pi by 3 sin pi plus pi by 3 sin pi plus pi by 3 3 pi plus 1 sin 4 pi by 3 ആണ് അതായത് നമുക്ക് കിട്ടിയത് sin 4 pi by 3 equal to minus root 3 by 2 അപ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടി ഇനി ഉള്ളത് ഇവിടെയാണുള്ളത് ഇതിനെ നമുക്ക് sin 2 pi minus pi by 3 എന്ന് എഴുതാം 2 pi minus pi by 3 equal to negative sin pi by 3 equal to negative 1 by root 3 ആണ് അതായത് sin 2 pi minus pi by 3 3 into 2 6 pi minus pi 5 pi by 3 okay അതായത് നമ്മുടെ ആൻസർ എന്തൊക്കെയാണ് 4 pi by 3 and 5 pi by 3 ഇതാണ് ഇതിന്റെ ആൻസർ ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് cos x equal to minus 1 by 2
കോസ് എക്സ് ഈക്വൽ ടു -1/2. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കോസ് എക്സ് ഈക്വൽ ടു മൈനസ്, നിങ്ങൾക്കറിയാം കോസ് π/3 എന്താണ്? 1/2 ആണ്. കോസ് π/3 എന്താണ്? 1/2 ആണ്. ഓക്കെ, നമുക്ക് നേരത്തെ വരച്ചതുപോലെ തന്നെ ഇവിടെ എഴുതുക ASTC. ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ കോസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവും, ഇവിടെ കോസ് നെഗറ്റീവ് ആണ്, ഇവിടെ ഉണ്ടാവും, ഇവിടെ കോസ് പോസിറ്റീവ് ആണ്. ഇവിടെ രണ്ടിടത്തും നമുക്ക് വേണ്ട. അപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു -1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫസ്റ്റ് ഉണ്ടാവുക, ഒന്ന് ഈ ഭാഗത്തുണ്ടാവും, ഒന്ന് ഇവിടെ ഉണ്ടാവും. രണ്ട് ആൻസർ നമുക്കുണ്ട്. ഓക്കെ, ഇതെന്താണ്? കോസ് π - π/3 ഈക്വൽ ടു നെഗറ്റീവ് കോസ് π/3 ഈക്വൽ ടു -1/2. അതായത് π - π/3 എന്താണ്? കോസ് 3π - π 2π/3 ആണ്. ഇനി നെക്സ്റ്റ് ആൻസർ എന്താണ്? കോസ് π + π/3 ഈക്വൽ ടു നെഗറ്റീവ് കോസ് π/3 ഈക്വൽ ടു -1/2. ഓക്കെ, കോസ് π + π/3 എന്താണ്? 3π + π 4π/3 ആണ്. അതായത് എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ വാല്യൂ 2π/3 ആൻഡ് 4π/3. ഇതാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഫോർ കോസ് എക്സ് ഈക്വൽ ടു -1/2. ക്ലിയർ ആയല്ലോ? ഇപ്പൊ നെഗറ്റീവ് യൂസ് ചെയ്ത് കൊണ്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ എഴുതിയത്. അങ്ങനെയാണ് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് നെഗറ്റീവ് യൂസ് ചെയ്തുകൊണ്ടുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ tan x ഈക്വൽ ടു -1. tan x ഈക്വൽ ടു -1. ഇതെങ്ങനെ ചെയ്യാം? tan x ഈക്വൽ ടു -1. ഇതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്. ASTC. ഇതേത് ക്വാഡ്രന്റിലാണുള്ളത്? ഇതേത് ക്വാഡ്രന്റിലാണ്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ, ഫസ്റ്റ് ക്വാർട്ടറിൽ പോസിറ്റീവ് ആണ്, അപ്പോൾ ഇത് നെഗറ്റീവ് ആണ്. സെക്കൻഡ് ക്വാർട്ടറിൽ നെഗറ്റീവ് ആണ്. തേർഡ് ക്വാർട്ടറിൽ പോസിറ്റീവ് ആണ്. ഇവിടെയല്ല, ഫോർത്ത് ക്വാർട്ടറിൽ നെഗറ്റീവ് ആണ്. ഓക്കെ, അതായത് tan x ഈക്വൽ ടു -1 ആണെങ്കിൽ എക്സ് ഉണ്ടാവുക സെക്കൻഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും. അങ്ങനെയാണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ നമുക്ക് പറയാം tan π - π/4 ഈക്വൽ ടു നെഗറ്റീവ് tan π/4 ഈക്വൽ ടു -1. അതായത് π - π/4 എന്താണ്? π - π/4 ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4π - 1 3π/4. ഇനി അതേപോലെ tan ഇതെന്തായിരിക്കും? 2π - π/4 ഈക്വൽ ടു നെഗറ്റീവ് tan π/4 ഈക്വൽ ടു -1. ഈക്വൽ ടു എന്താണ്? tan ഓഫ് 2 × 4 8 8 - π 7π/4. അതായത് നമ്മുടെ ആൻസർ എന്താണ്? നമുക്ക് കിട്ടിയ ആൻസർ 3x ഈക്വൽ ടു 3π/4. ഇനി അടുത്തത് 7π/4. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ cosec x ഈക്വൽ ടു -2. cosec x ഈക്വൽ ടു, ഡയഗ്രാം വരച്ചു, ASTC. ഓക്കെ, ഇവിടെ കൊസീക്ക് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് സൈൻ ആണ്. അതായത് എവിടെയൊക്കെയാണ് കൊസീക്ക് നെഗറ്റീവ് വരുന്നത്? തേർഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും കൊസീക്ക് നെഗറ്റീവ് ആണ്. നിങ്ങൾക്കറിയാം സൈൻ π/6 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ കൊസീക്ക് π/6 എന്താണ്? 2 ആണ്. സൈൻ π/6 1/2 ആയാൽ കൊസീക്ക് π/6 2 ആണ്. ഓക്കെ, ഉറപ്പായിട്ടും ഇതിനെന്താ പറയാ? കൊസീക്ക് π + π/6 -2 ആണ്. കൊസീക്ക് π + π/6 ഈക്വൽ ടു നെഗറ്റീവ് കൊസീക്ക് π/6 ഈക്വൽ ടു -2. ഓക്കെ, അതായത് കൊസീക്ക് 6π + π 7π/6. ഓക്കെ, അതേപോലെ ഇവിടെ കൊസീക്ക് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? കൊസീക്ക് 2π - π/6 ഈക്വൽ ടു നെഗറ്റീവ് കൊസീക്ക് π/6 ഈക്വൽ ടു
-2. ഓക്കെ, കൊസീക്ക് 6 into 2 12 minus 1 11 pi by 6 11 pi by 6. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? കൊസീക്ക് x ഈക്വൽ ടു -2 ആണെങ്കിൽ x ഈക്വൽ ടു 7 pi by 6 or 7 pi by 6 and 11 pi by 6. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ ഒരുപാട് സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് 2 സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ എഴുതുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ 2 സ്റ്റെപ്പിൽ ഞാൻ എഴുതുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും വരാം. ആദ്യം ചെയ്ത അതേ മോഡലിലെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് sin x ഈക്വൽ ടു √3/2 ആണെങ്കിൽ, sin x ഈക്വൽ ടു √3/2 ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം sin x ഈക്വൽ ടു √3/2 ആണെങ്കിൽ നമ്മുടെ ആൻസർ x ഈക്വൽ ടു, നമ്മൾ നേരത്തെ ഇത്ര എഴുതിയിട്ടുണ്ട്, അതിലൊക്കെ സിമ്പിളാക്കി മാറ്റുന്നു. x ഈക്വൽ ടു നമുക്ക് നോക്കാം ASTC എവിടെയൊക്കെയാണുള്ളത്? ഒന്ന് ഇവിടെയുണ്ട്, ഒന്ന് ഇവിടെയുണ്ട്. ഇവിടെ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് ഇത് പൈ മൈനസ് അങ്ങ് എടുത്താൽ മതി, ഇതാണെങ്കിൽ പൈ പ്ലസ് എന്ന് എടുത്താൽ മതി, ഇതാണെങ്കിൽ 2π മൈനസ്. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെയും ഇവിടെയുണ്ട്. ഇവിടെയുള്ള sin x ഈക്വൽ ടു √3/2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്? π/3 ആണ്. ഇവിടെ ആണെങ്കിൽ എന്താണ്? ഇവിടെ പൈ മൈനസ് π/3. ഓക്കെ, അതായത് π/3 ആൻഡ് പൈ മൈനസ് π/3, പൈ മൈനസ് π/3, 3π മൈനസ് പൈ 2π/3. ഓക്കെ, ക്ലിയർ ആണല്ലോ? പൈ മൈ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ cos x ഈക്വൽ ടു √3/2 ആയിക്കോട്ടെ. cos x ഈക്വൽ ടു √3/2. നിങ്ങൾക്കറിയാം cos π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3. ഇത് നമുക്ക് സിമ്പിളായിട്ട് പറയുന്നതാണെങ്കിൽ ASTC ഇത് എവിടെയുള്ളത്? ഒന്നാമത്തതിലുണ്ട്, നാലാമത്തതുണ്ട്. ഇതിന് പറയാം 2π മൈനസ് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ x ഈക്വൽ ടു cos π/6 √3/2 ആണ്. നിങ്ങൾക്കറിയാം cos π/6. അതേപോലെ ഇതെന്താണ്? 2π മൈനസ് π/6. ഓക്കെ, π/6, 6 into 2 12 minus pi 11 pi/6. ഇതാണ് ഇതിന്റെ ആൻസർ. ആക്ച്വലി sin π/6 ഈക്വൽ ടു √3/2 ആൻഡ് cos π/6 ഈക്വൽ ടു √3/2 ആൻഡ് cos 11 pi/6 ഈക്വൽ ടു √3/2. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഈ രീതിയിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. tan x ഈക്വൽ ടു 1. tan x ഈക്വൽ ടു 1 അങ്ങനെയാണ് ആൻസർ. എന്താണ്? നിങ്ങൾക്ക് ഇപ്പോൾ ഐഡിയ കിട്ടിയല്ലോ. tan x ഈക്വൽ ടു 1 ആണെങ്കിൽ ASTC ടാൻ എവിടെയുള്ള ടാൻ ഇവിടെ പോസിറ്റീവ് ആണ്, തേർഡിൽ. ഓക്കെ, അങ്ങനെയാണ് ആൻസർ. എന്താണ്? x ഈക്വൽ ടു π/4. ടാൻ π/4 1 ആണെന്നറിയാം. ഇതെന്താണ് പറയാ? പൈ പ്ലസ് π/4. ഓക്കെ, ദെൻ x ഈക്വൽ ടു π/4 പ്ലസ് 4π പ്ലസ് π 4π പ്ലസ് π 5π/4. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ജനറൽ സൊല്യൂഷൻ ഓഫ് tan x, പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഓഫ് tan x ഈക്വൽ ടു 1 ആണെങ്കിൽ ആൻസർ എന്താണ്? π/4ഉം 5π/4ഉമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ sin x ഈക്വൽ ടു -1/√2. ഇത് ഏത് ക്വാഡ്രന്റിലാണുള്ളത്? ഒന്നാമത് ASTC ഇത് തേർഡിലും ഫോർത്തിലുമാണുള്ളത്. നിങ്ങൾക്കറിയാം തേർഡ് ക്വാഡ്രന്റിലും അതേപോലെ ഫോർത്ത് ക്വാഡ്രന്റിലാണുള്ളത്. അപ്പം നമ്മുടെ ആൻസർ എന്താണ് കിട്ടുന്നത്? x ഈക്വൽ ടു ഇതെന്താണ്? പൈ പ്ലസ് π/4 ആയിരിക്കും. അതേപോലെ ഇതെന്താണ്? 2π മൈനസ് π/4. ഓക്കെ, അങ്ങനെയാണ് ആൻസർ. എന്താണ്? 4π പ്ലസ് π 4π പ്ലസ് π 5π/4 ആൻഡ് 2π 4 4 into 2 8 minus 1 7π/4. 8 minus 1 7π/4. ഇതാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ cos x ഈക്വൽ ടു -1/√2. ഓക്കെ, -1/√2. ഇത് ഏത് ക്വാഡ്രന്റിലാണുള്ളത്? ASTC സെക്കൻഡിലും തേർഡിലാണുള്ളത്. കാരണം സെക്കൻഡിലും തേർഡിലും കോസ് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആൻസർ പൈ മൈനസ് π/4 ആൻഡ് അടുത്തത് പൈ പ്ലസ് π/4. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 4π മൈനസ് π 3π/4ഉം
അതേപോലെ പൈ പ്ലസ് പൈ ബൈ 4 4π പ്ലസ് പൈ 5π/4 ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടാൻ എക്സ് ഈക്വൽ ടു -1/√3. ടാൻ എവിടെയാണുള്ളത്? ടാൻ ASTC, ടാൻ നെഗറ്റീവ് എവിടെയാണുള്ളത്? സെക്കൻഡിൽ ടാൻ നെഗറ്റീവ് ആണ്, ഫോർത്തിൽ ടാൻ നെഗറ്റീവ് ആണ്. നിങ്ങൾക്കറിയാം ടാൻ π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√3 ആണ്. അതുകൊണ്ട് ടാൻ പൈ മൈനസ് π/6ഉം അടുത്ത ആൻസർ 2π മൈനസ് π/6ഉം. അപ്പോൾ ആൻസർ എന്താണ്? π മൈനസ് π/6, 6π മൈനസ് π 5π/6ഉം 2 × 6 12 മൈനസ് π 12 മൈനസ് π 12π മൈനസ് π 11π/6ഉം. അപ്പോൾ നമ്മുടെ ആൻസർ ടാൻ എക്സ് ഈക്വൽ ടു -1/√3 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്താണ്? 5π/6 ആൻഡ് 11π/6. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എന്തൊക്കെയാണ് എടുത്തത്? എന്താണ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇക്വേഷൻ ഇൻവോൾവിംഗ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഓഫ് അൺനോൺ ആംഗിൾ ഈസ് കോൾഡ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ്. ഓക്കെ, ഇതിൻ്റെ നമുക്കറിയാം അൺനോൺ വേരിയബിൾ ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിന് പറയുന്ന പേരാണ് സൊല്യൂഷൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ്. ഓക്കെ, ഇനി ഈ സൊല്യൂഷൻ നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാനുണ്ട്. ഒന്നാമത്തത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ, രണ്ടാമത്തത് ജനറൽ സൊല്യൂഷൻ. ഓക്കെ, പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് എക്സ് ലൈസ് ബിറ്റ്വീൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2π ഈസ് കോൾഡ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഓക്കെ, എന്താണ് ജനറൽ സൊല്യൂഷൻ? ദി വാല്യൂ എല്ലാ എക്സിൻ്റെ വാല്യൂസും കൂടി നമ്മൾ ഒരു ഇൻറ്റിജർ എന്നിൻ്റെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ജനറൽ സൊല്യൂഷൻ. ഞാനൊരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ ഞാൻ എടുത്തു തരാം. സൈൻ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്താണ്? നിങ്ങൾക്കറിയാം സൈൻ 0 ഈക്വൽ ടു 0 ആണ്, സൈൻ പൈ ഈക്വൽ ടു 0 ആണ്. ഇത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2π അല്ലേ? അതുകൊണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു 0 ഈസ് 0,π. ഓക്കെ, നിങ്ങൾക്കറിയാം സൈൻ 0 0 ആണ്, സൈൻ പൈ 0 ആണ്, സൈൻ 2π 0 ആണ്, സൈൻ 3π 0 ആണ്, സൈൻ 8π 0 ആണ്, സൈൻ -2π 0 ആണ്. അതായത് സൈൻ nπ 0 ആണ്. അതായത് സൈൻ എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു nπ, n ബിലോങ്സ് ടു സെഡ്. ഇതിന് പറയുന്ന പേരാണ് ഇതേപോലെ എഴുതുന്നതിന് പറയുന്ന പേരാണ് ജനറൽ സൊല്യൂഷൻ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ദിവസം ജനറൽ സൊല്യൂഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.